റമദാൻ സ്പെഷ്യലായിട്ട് ഇന്നൊരു വെറൈറ്റി പോളയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണിത്. അതുപോലെ തന്നെ നല്ല സിമ്പിളും ആണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ആദ്യം പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്കൊരു 2 വലിയ സൈസിലുള്ള ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഉള്ളിന്റെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയി ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ തക്കാളി മല്ലിയിലൊന്നും ഒരുപാട് ഉടഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പോ ബീഫിന്റെ മസാലയാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ ചിക്കൻ എടുക്കാം. അപ്പൊ അത് നമ്മൾ ആദ്യം ഒന്ന് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പൊ അത് നമ്മൾ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ദാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളൊരു മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് മല്ലിയില അത് തണ്ടോട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, കുറേ വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് അരച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോ ചെറിയ സോസ് പാനിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 3 മുട്ട എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 4 5 മുട്ടയെല്ലാം എടുക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മുട്ടന്റെ എണ്ണം കൂട്ടാം. അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മല്ലിച്ചപ്പിന്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ അടിയിലായിട്ട് ദോശക്കല്ല് വെച്ച് കൊടുക്കണേ. പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് ആണ് വേണ്ടത്. ബ്രെഡ് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു മുട്ടന്റെ ബാറ്ററിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലെല്ലാം എത്തുന്ന രീതിയിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എല്ലാ സ്ഥലവും കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സൈഡെല്ലാം നമ്മളിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലെല്ലാം നമ്മൾ ഈ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ബ്രെഡ് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഈ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാ ഞാൻ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആദ്യം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിപ്പോ 2 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിപ്പോ ചെറിയ പാത്രമായതുകൊണ്ട് ഒരു പീസ് ബ്രെഡ് മാത്രമേ എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ വലിയ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആ സൈഡെല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. സൈഡിലെല്ലാം നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ അട്ടിപ്പത്തിരിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെ നന്നായിട്ട് കവർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ മസാലയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാം. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾ ചെറിയ ചെറിയ പീസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ആ മുട്ടന്റെ മിക്സ് മൊത്തം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു തക്കാളി ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ സെറ്റ് ആയിട്ട് വരും. പിന്നെ ഇതിന്റെ മോൾ വശത്ത് കുറച്ച് സമയം വേണമെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ ഞാനിത് ദോശക്കല്ലിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിഭാഗം കുറച്ച് സമയം മാത്രമേ കുക്ക് ചെയ്യണ്ടൂ. ജസ്റ്റ് ഒന്ന് അത് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട്. കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ, എന്തായാലും ഇഷ്ടാവും.
അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ഷെയർ കമന്റും ചെയ്യണേ.